Hi guys, welcome to my channel. ഇന്ന് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു 6 ആംബിയർ സോക്കറ്റ് ആണ്. 6 ആംബിയർ സോക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചെറിയ ചെറിയ അപ്ലയൻസിനൊക്കെ കൊടുക്കുന്ന സോക്കറ്റ് ആണ്, പ്ലഗ് ഒക്കെ കുത്തുന്ന സോക്കറ്റ് ആണ്. യൂഷ്വലി ഇത് ഫാൻ, മറ്റേ എക്സ്റ്റൻഷൻസ്, എന്തെങ്കിലും ലൈറ്റോ സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ 6 ആംബിയർ കറണ്ട് വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന സോക്കറ്റ് ആണിത്. ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഐസൊലേറ്റർ സ്വിച്ച് എപ്പോഴും ഓഫിലായിരിക്കണം. ELCB അതായത് ELCB ട്രിപ്പ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, പിന്നെ ഇൻവേർട്ടറിന് ഔട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് മറ്റേ സോക്കറ്റിലേക്ക് വരാതെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് ഷോക്ക് വരെ പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമുക്കിപ്പോൾ സോക്കറ്റ് ചേഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് വേണ്ട ആസ് യൂഷ്വൽ ടെസ്റ്ററാണ്, പിന്നെ സ്ക്രൂ ഡ്രൈവറാണ്, പിന്നെ ഒരു സോക്കറ്റും വേണം. 6 ആംപ്സിൻ്റെയാണ് സോക്കറ്റ് വരിക. അപ്പോൾ സെയിം സോക്കറ്റ് തന്നെ ഇതിൽ യൂഷ്വലി ഫിക്സ് ആവുന്ന സോക്കറ്റ് തന്നെ വേണം. അപ്പോൾ ഇതിനകത്ത് എൻ്റെ അടുത്ത് 6 ആംപ്സിന് സോക്കറ്റ് വേറെ അഡീഷണൽ ഇല്ല. അപ്പം ഇത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ബോക്സസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഞാൻ പറയുന്നു, ഐസൊലേറ്റർ ഓഫ് ആയിരിക്കണം. ELCB ട്രിപ്പ് ചെയ്ത് വച്ചേക്കണം, അല്ലെങ്കിൽ നമുക്ക് കറണ്ടിനകത്ത് വന്ന് ഷോക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ബോക്സ് അയക്കാം. ബോക്സ് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സോക്കറ്റ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് L എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. L എന്ന് എഴുതിയേക്കുന്ന ലൈനാണ്, N എന്ന് എഴുതിയേക്കുന്ന ന്യൂട്രാണ്, മുകളിലാണ് E വരുന്നത്. അത് നമ്മുടെ എർത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ 3 കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യണം. ആദ്യം നമ്മൾ എർത്തിൻ്റെ കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തു. പിന്നെ N ന്യൂട്രൽ റിമൂവ് ചെയ്തു. പിന്നെ L എന്ന് പറയുന്നത് ഫേസ് ഡയറക്റ്റ് ലൈൻ. ന്യൂട്രലിന് വേറെ കളർ വയറായിരിക്കും ശരിക്കും, പക്ഷെ വയറില്ലാത്ത കാരണം ഞാൻ മറ്റേ ബ്ലാക്ക് ടേപ്പ് അടിച്ചിട്ടുണ്ട്. ഫേസ് വയർ റിമൂവ് ചെയ്തു. ഇനി നേരത്തെ സ്വിച്ച് മാറ്റിയ പോലെ സെയിം പ്രൊസീജിയറാണ്. പിന്നെ താഴത്തെ ഇത് നമുക്ക് ടോപ്പിലേക്ക് ആക്കണം. ഇതും ടോപ്പിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഈ സോക്കറ്റ് തന്നെ നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ അടുത്ത് വേറെ സോക്കറ്റ് ഇല്ല. ഇപ്പോൾ ഇത് 6 ആംപ്സിൻ്റെ സോക്കറ്റ് തന്നെയാണ്. അപ്പോൾ ടോപ്പ് സൈഡിലേക്ക് വന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഇന്ന് 2 സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഫിക്സ് ചെയ്തു. നമുക്ക് വയർസൊക്കെ തിരിച്ച് കണക്ട് ചെയ്യാം. ഇത് സ്വിച്ചിൽ നിന്നാണ് ഔട്ട് വരുന്നത്. കാരണം ഈ സ്വിച്ച് ഇട്ടാലാണ് ഈ സോക്കറ്റിലേക്ക് പവർ വരിക. ഇത് ലൈനാണ്. ഇപ്പോൾ L നിങ്ങൾക്ക് മാർക്കിംഗ് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. ഈ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ L സോക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ മാർക്കിംഗ് ഉണ്ടാവും. അവിടേക്ക് നമ്മൾ ലൈൻ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു.
ഇനി നമുക്ക് ന്യൂട്രൽ വയർ കണക്ട് ചെയ്യാം. ന്യൂട്രൽ വയർ ഇവിടെ N എന്ന് മാർക്കിംഗ് കാണും സോക്കറ്റിൽ, അവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്തു. നമുക്ക് എർത്ത് കണക്ട് ചെയ്യണം. ഇത്തിരി ടൈറ്റാണ്. ഓക്കെ, എപ്പോഴും കണക്ഷൻസ് ടൈറ്റ് ആയിരിക്കണം. ലൂസായിട്ടുണ്ടെങ്കിൽ കറണ്ട് ലീക്ക് ആവാനും LCB ട്രിപ്പ് ആവാനും ഷോക്ക് അടിക്കാനും എല്ലാം പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഫ്യൂച്ചർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ടൈറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, മാക്സിമം ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഫേസ്, ന്യൂട്രൽ, എർത്ത് മൂന്നെണ്ണമാണ്. ഇനി നമുക്ക് സോക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് തിരിച്ച് പോയിട്ട് LCBയും ഐസൊലേറ്ററും ഒക്കെ ഓൺ ചെയ്തിട്ട് വരാം. ഓക്കെ, ഓൺ ചെയ്തിട്ടുണ്ടെല്ലാം. ഇപ്പോൾ ഈ സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ സപ്ലൈ, ഓക്കെ, സപ്ലൈ വരുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസ് ഡയറക്റ്റ് കണക്ട് ചെയ്താലും മതി. ഇത് രണ്ടും ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വച്ചിട്ട് നേരെ വെച്ചിട്ട് ഓൺ ചെയ്യാം. കണ്ടോ, കത്തുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോന് വേണ്ടി എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.